അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ മറ്റു മതങ്ങളിൽ നിന്നൊക്കെ യഥാർത്ഥ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ നമുക്ക് നോക്കാം. അധ്യായം 37 സൂറ സഫാത്ത് 4-5 പറയുന്നത്, തീർച്ചയായും നിങ്ങളുടെ ദൈവം ഏകൻ തന്നെയാകുന്നു. അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവും ഉദയസ്ഥാനങ്ങളുടെ രക്ഷിതാവും ആയിട്ടുള്ളവന്. ഇപ്പോൾ ഭൂമിയിലും പ്രപഞ്ചത്തിലൊക്കെ സൃഷ്ടാവിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. ഉദയസ്ഥാനവും അസ്തമയം ഇതിൻ്റെയൊക്കെ ആരാണ് പങ്കുവഹിക്കുന്നത്? സൃഷ്ടാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി സൂറ നിസായിൽ 4:131-132 പറയുന്നത്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹുവിന് ഒരു നഷ്ടവുമില്ല. കാരണം ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാണ്. ഇവിടെ പറയുന്നുണ്ട്, സൃഷ്ടാവിനെ നമ്മളാണ് ആശ്രയിക്കുന്നത്, എന്നാൽ സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് മുന്നേ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ ആശയം തന്നെ. ഇനി ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ അവിശ്വസിക്കുന്ന പക്ഷം എനിക്കൊരു നഷ്ടവും ഇല്ല എന്ന്. കാരണം നഷ്ടം നമുക്ക് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് മുന്നേ വേദം നൽകിയവരോടും നിങ്ങളോടൊക്കെ ഞാൻ വസിയത്ത് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ ഒരു സൃഷ്ടാവിനെ പറ്റി തന്നെയാണ് പറയുന്നത്, ഏകദൈവത്തിനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാ മതത്തിലേക്കും വരുമ്പോൾ ഓരോ പേരിലായിരുന്നു മാത്രം. പക്ഷെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും യഥാർത്ഥ സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനി 132 പറയുന്നത്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. കൈകാര്യകർത്താവായി അവൻ മദീന്ന്, അള്ളാഹു മദീന്ന്. അപ്പം ഈ ഭൂമിയിലെ എല്ലാ കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവാണ്. അവൻ്റെ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഇത്ര അംശങ്ങളാണെന്ന് ഭഗവത്ഗീതയും പറയുന്നുണ്ട്, ബൈബിളും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മതഗ്രന്ഥം പറയുന്നത് ഒരൊറ്റ സൃഷ്ടാവിനെയാണ്. ആ സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുമുണ്ട്. അപ്പം ഇനിയെങ്കിലും യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കുക. ഇനി